സ്വത്തിനു വേണ്ടി ഒരു മാതാവിനെ അതിക്രൂരമായി ഒരു മകൾ മർദ്ദിച്ചു. ഇവിടെയല്ല, ഹരിയാനയിലാണ്. സ്വത്ത് എഴുതി കൊടുത്തില്ലെങ്കിൽ രക്തം കുടിക്കുമെന്നാണ് മോളുടെ ഭീഷണി. സഹോദരന്റെ പരാതിയിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു. देखिए, हमारे पास अमरदीप सिंह की शिकायत आई थी कि वे मेरी बहन मेरी माता के साथ नाजायज़ तौर पर मारपीट करी है, उसको बंधक बनाकर और गाली गलौज दे रही है और जान से मारने की धमकी दी है। उसके लिए तलाश करके जो भी उसकी उचित कार्रवाई बनेगी उसके खिलाफ नियमानुसार कार्रवाई अमल में लाई जाएगी। ഡൽഹിയിൽ നിന്ന് വിനിത വിജി വിശദാംശങ്ങൾ നൽകും. വിനിത, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹരിയാനയിലെ ഹിസാറിലാണ് ഇത്തരത്തിലേക്കൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ വീഡിയോകൾ, ഈ മകൾ അമ്മയെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ വീഡിയോകൾ പുറത്തായിട്ടുണ്ട്. ഈ അമ്മ കട്ടിലിൽ ഇരിക്കുകയാണ്, ഇവർ അതിന് സമീപം പോയി ഇരിക്കുന്നു. അതിനുശേഷം ഈ സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുന്നു. പിന്നാലെ ഈ സ്വത്തുക്കൾ തൻ്റെ പേരിലേക്ക് എഴുതി നൽകണമെന്ന് മകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന് അമ്മ വിസമ്മതിച്ചതുകൊണ്ടാകണം അമ്മയെ മകൾ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അമ്മയുടെ ശരീരത്തിൽ മകൾ കടിക്കുന്നുണ്ട്, തലമുടിയിൽ രൂക്ഷമായി പിടിച്ച് വലിക്കുകയും അമ്മയെ മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്വത്ത് എഴുതി തന്നില്ലെങ്കിൽ നിങ്ങളുടെ രക്തം ഞാൻ കുടിക്കുമെന്നാണ് ഈ മകൾ അമ്മയോട് ആ വീഡിയോയിൽ ആക്രോശിക്കുന്നത്. ഒപ്പം തന്നെ ശരീരത്തിൽ അതിക്രൂരമായി കടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ വീഡിയോയിലുണ്ട്. ഈ വീഡിയോ പുറത്തായതോടെയാണ് ഈ പെൺകുട്ടിയുടെ സഹോദരൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഹിസാർ പോലീസ് സ്റ്റേഷനിലാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. തൻ്റെ അമ്മയ്ക്ക് ഭീഷണിയുണ്ട്, ജീവനിൽ ഭീഷണിയുണ്ടെന്നും ഇത്തരം അതിക്രൂരമായി അമ്മയെ മർദ്ദിച്ച സഹോദരിക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സഹോദരൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇങ്ങനെയൊരു പരാതി ലഭിച്ചതായി, സഹോദരനിൽ നിന്ന് പരാതി ലഭിച്ചതായി പോലീസും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സ്ത്രീക്ക്, ഈ അമ്മയ്ക്ക് ജീവനിൽ ഭീഷണിയുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. അത് തുടർന്നാണ് ഈ പരാതി എടുത്തിരിക്കുന്നത്. മകൾക്കെതിരെ മറ്റ് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. എന്താണെങ്കിലും സ്വത്തിന് വേണ്ടി സ്വന്തം അമ്മയെ അതിക്രൂരമായി തന്നെയാണ് ആ മകൾ മർദ്ദിച്ചിരിക്കുന്നത്. എസ് കെ. ഓക്കെ, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്, വളരെ വ്യാപകമല്ല എന്ന് മാത്രമേ ഉള്ളൂ.